എതിരെയും വിഴുങ്ങാൻ ഭാഗത്തിലുള്ളതായിട്ടുള്ള വായ, അതിൽ നിന്ന് വാടുപോലെയാടുന്നതായിട്ടുള്ള നാവ്, ശ്വാസോച്ഛ്വാസത്തിൻ്റെതായിട്ടുള്ള ശബ്ദത്തിൽ അനവധി ദുഷ്ടമൃഗങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നു. എല്ലാം കൊണ്ട് നോക്കിയപ്പോഴേക്കും കുറുകിയതായിട്ടുള്ള കഴുത്ത്, വിരിഞ്ഞതായിട്ടുള്ള മാരളം, ഒരു വനമാല ചാർത്തി പീതാംബരം ചൊറിഞ്ഞെടുത്തിട്ടുണ്ട്. മൂലം വിഷ്ണുരേയം, ഇത് വിഷ്ണുവാണ്. എന്റെ അനുജനെ കൊല്ലാനായിട്ട് കാടമ്പന്നിയുടെ വേഷത്തിൽ വന്നതായിട്ടുള്ള വിഷ്ണുത ഇവിടെ വേഷം മാറി വന്ന ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചു. ഗത ചുഴറ്റിക്കൊണ്ട് ഭഗവാന് നേരെ കരണം മറിഞ്ഞ് അടിക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴേക്കും കൃത്യവാട്ടഹാസം, ഒരട്ടഹാസം. അത് തെളിച്ചു പോയതായിട്ടുള്ള ഹിരണ്യകശിപു വീണ്ടും ഓടി വരുമ്പോഴേക്കും ഭക്തനും ഭഗവാനും തമ്മിൽ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചു. സന്ധ്യാസമയം ആവാൻ വേണ്ടി കാത്തിരുന്നുകൊണ്ടത് വാരിയെടുത്ത് കൊണ്ടുവന്ന അകത്തല്ല പുറത്തല്ല ഉമ്മറപ്പടിയില്, ആകാശത്തല്ല ഭൂമിയിലല്ല തൃത്തുടയുടെ മേല്, കരയിലല്ല ജലത്തിലല്ല, ജീവനുള്ളതായിട്ടുള്ള വസ്തുവല്ല ഉപയോഗിക്കുന്നത് നഖായുധം. ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ആ അവസ്ഥയില് വില്ല് പോലെ വളച്ചങ്ങോട്ട് പിടിച്ച് കർണപുടത്തിലേക്ക് നോക്കി കൃത്യവാട്ടഹാസം, വീണ്ടും ഒരു അട്ടഹാസം. സർവനാടീ ഞരമ്പും തളർന്നു കിടന്നതായിട്ട് ഹിരണ്യകശിപുവിന്റെ മാറിലേക്ക് ആ കൈവിരലങ്ങോട്ട് കുത്തിയിറക്കി നഖം കൊണ്ട് മാന്തി പൊളിച്ച് കുടലുമാലയെടുത്തതാ നേരെ കഴുത്തിൽ മാലയായിട്ടണിഞ്ഞ് നെഞ്ചിലേക്ക് മുഖമമർത്തി ചുടുചോര കുട്ടുകുട്ടുകുട്ടുകുട്ടുകുട്ടുകുട്ടുകുട്ട വലിച്ചു കുടിച്ച ചോരയുടെ ലഹരിയിൽ വീണ്ടും ഒന്ന് തലയുയർത്തിയത് അട്ടഹാസം. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനാണ് ആ ഹൃദയം പറിച്ചെടുത്ത് നൊട്ടി നുണഞ്ഞ ആ ചണ്ടിയായ ശരീരത്തെ വലിച്ചെറിഞ്ഞതും. എന്നിട്ട് വലിച്ചു തീരാതെ കാലുകൊണ്ട് മറച്ചിട്ട് വീണ്ടും നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. വീണ്ടും ഒരു അട്ടഹാസം. ബ്രഹ്മാവ് ബ്രഹ്മലോകത്ത് നിന്നും എന്താണെന്നറിയാനായിട്ട് ഓടി വന്ന് നോക്കുമ്പോഴേക്കും ഇവിടെ രൂപം പൂണ്ട് അട്ടഹാസം പൊഴിച്ചുകൊണ്ട് നിഗോളങ്ങൾ കണ്ണിൽ നിന്ന് വന്നുകൊണ്ട് അവിടെ നരസിംഹമൂർത്തി ഇങ്ങനെ നിലകൊള്ളുന്നതായിട്ടുള്ള സമയത്ത് മഹാദേവൻ ആദ്യം തന്നെ കൈലാസത്തിൽ നിന്നും ഇറങ്ങി വന്നു. ദേവന്മാര്, കിന്നരന്മാര്, ചാരണന്മാര് ഇവരൊക്കെ വന്നുകൊണ്ട് ഭഗവാനെ സ്തുതിക്കാനായിട്ട് ഒരുങ്ങും.